ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡിങ്കു സുനി. ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പറഞ്ഞാലായിരുന്നു എൻ്റെ അച്ഛൻ കേരളത്തിൽ നിന്ന് തിരിച്ച് വന്നെന്ന്. അപ്പം ഇന്ന് അച്ഛൻ ഞങ്ങളെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം രാവിലെ ഇപ്പം എത്ര മണി 6 മണി ആയതേ ഉള്ളൂ. എന്തായാലും നല്ലൊരു ചെറിയ മഴയുണ്ട്. ഒത്തിരി നാളിന് ശേഷം ചിലപ്പം തണുപ്പ് വരാൻ വേണ്ടി ആയിരിക്കും ഇപ്പം ഈ മഴ. എന്തായാലും ഇനി ചോറ് കറിയൊക്കെ വെക്കാൻ പോകണം. രാവിലത്തെ ചായ എല്ലാവരും കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുടിച്ചു. ഇപ്പം അടുക്കളയിലോട്ടൊന്നും ഇറച്ചി കയറ്റുന്നില്ല, കാരണം ഭയങ്കരമായിട്ട് പാടാണ്. എന്തെങ്കിലും പൂജയൊക്കെ നടത്തിയാൽ മൊത്തം കഴുകി വൃത്തിയാക്കി വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് വെളിയിലാണ് ഇറച്ചി ചെയ്യാൻ പോകുന്നത്. അപ്പം റൂമിൻ്റെ അകത്ത്, അതായത് അടുക്കളയിൽ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അത് ചെയ്യാം. നമുക്ക് പോയിട്ട് നോക്കാം എന്താണ് ചെയ്യുന്നത്. എന്തായാലും അടുക്കളയിൽ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവിടെ ചോറിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മുസൂർ ദാലിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. രണ്ടും തിളച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇവിടെ കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കാരണം വെളിയിൽ ചിലപ്പോൾ ഇറച്ചിയായിരിക്കും വെക്കുന്നത്. അപ്പം റൂമിൻ്റെ അകത്ത് എന്തായാലും എൻ്റെ അമ്മയച്ചൻ അങ്ങനെ ഇറച്ചി കഴിക്കാറില്ല. പിന്നെ 2 പിള്ളേർ അവരൊന്നും ഇറച്ചി കഴിക്കാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കണം. പിന്നെ അമ്മയമ്മ എന്തായാലും ഇപ്പം ദാമോദര മാസം ആയതുകൊണ്ട് വേറെ ഉണ്ടാക്കി ദൈവത്തിന് കൊടുത്തതിന് ശേഷമാണ് ഭോഗ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പച്ചക്കറികൾ നിരത്തി വെച്ചേക്കുക. പെട്ടെന്ന് വെട്ടിയിട്ട് ചോറ് വെച്ചിട്ട് ദാല് വെക്കണം. മൊത്തം കാൽക്കുലേഷൻ എന്തായാലും ഞാൻ പെട്ടെന്ന് വെട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റ്. ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ സമയമൊക്കെ പോകുമ്പോഴേ നല്ല ടേസ്റ്റാണ്. പിച്ചാത്തി വെച്ച് കട്ട് ചെയ്താൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് വെട്ടോത്തി വെച്ച് കട്ട് ചെയ്യാൻ പോവാണ്. എന്തായാലും ഇവിടെ ഞാനിപ്പോൾ മുസൂർ ദാലിൻ്റെ എന്തായാലും വെക്കാൻ പോകുന്ന ഇതില്ലേ, എന്താ പറയുന്നത്, വെള്ളം തിളച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ മുസൂർ ദാൽ എടുക്കാൻ പോവാണ്. ഇത്ര മുസൂർ ദാൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ ഇതിനകത്ത് പോളിഷ് ചെയ്ത പോലെയാണ് തോന്നുന്നു. കുറച്ച് ചൂടുവെള്ളം ഇട്ട് കഴുകിയേക്കാം. കഴുകുന്നത് കുട്ടിയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഇതിനകത്ത് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, എന്തായാലും നോക്കാം. ഒരു മുളക് ഇട്ടേക്കാണ്. അമ്മയച്ചൻ മുളക് കഴിക്കത്തില്ല, എരിവ് ഒട്ടുമേ കഴിക്കാൻ പറ്റുന്നില്ല അമ്മയച്ചന്. അരി കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ അരി കഴിക്കുന്നത്. വേണ്ട, ഇത് പഴുത്തി എന്ന് പറയും ഇതിൻ്റെ പേര്. ഇതിൻ്റെ കൂടെ പിന്നെ റേഷനിൽ നിന്ന് കിട്ടുന്ന കുറച്ച് നല്ല അരികളൊക്കെ കിട്ടുവാണെങ്കിൽ മിക്സ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് കഴിക്കാറില്ല, ഇതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നിയമമുണ്ടോ? ഇതുപോലത്തെ വലത് കൈ വെച്ചിട്ട്, ഇടതാണോ വലത്, അതായത് ലെഫ്റ്റ് കൈ വെച്ചിട്ട് ചോറ് കഴിക്കാൻ. ഞങ്ങൾക്കേ പറയാൻ വന്നത്, അരി ഇപ്പം ഞങ്ങൾ അരി എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഇതുപോലെ 3 വട്ടം എടുത്ത് അരി വെക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് തിരിച്ച് വെക്കണം എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്ക് ഇതുപോലെയാണ്. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞങ്ങളുടെ അങ്ങനെ എപ്പോഴാണ് അരി എടുക്കുന്നത് അപ്പം എടുത്തിട്ട് ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വെക്കണം. ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയ കാര്യം ഈ ചോറ് അരി ഇടുക, ഇറച്ചി വീഴുക. ദിസ് ഇസ് ദാൽ കാത്ത എന്ന് പറയും. എന്താ ഫ്ലവർ പോലെ ഇട്ട്
ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കൂടെ ദാൽ എന്തെങ്കിലും ഇങ്ങനെ എന്താണ് പറയുന്നത് അലിയാതെ ഇരിക്കുവാണെങ്കിൽ അത് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് മിക്സ് ആവും. അവിടേക്ക് കടുക് പൊട്ടിക്കുക എന്ന് പറയത്തില്ലേ. അപ്പം ഇത് ഞങ്ങളിവിടെ ആണെങ്കിൽ ദാലൊക്കെ എന്തെങ്കിലും ദാലൊക്കെ വെക്കുവാണെങ്കിലും ആദ്യമേ ഉള്ളിയോ ഇതിൻ്റെ കൂടെ ഏതാ ചേരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ കൂടെ ആണെങ്കിൽ ഉള്ളിയും ചേരുകയാണെങ്കിൽ കരിഞ്ജീരകം, ജീരകം. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടം ഉള്ളിയാണ്. ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ ഞാൻ കടായി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓയിൽ കുറച്ചിട്ടാൽ മതി. പിന്നെ അങ്ങോട്ട് 2 മുളക് ഇട്ടതിന് ശേഷം ഈ ഉള്ളി കുറച്ച് ബ്രൗൺ ആക്കി എന്തായാലും ഞാൻ ബ്രൗൺ അല്ലല്ലോ ഒരു ഗോൾഡ് കളർ ആകുമ്പോഴത്തേക്ക് ഈ ദാൽ അതിനകത്ത് ഇട്ട് കൊടുക്കും. അതിന് മുമ്പേ ഞാനിവിടെ എല്ലാ പച്ചക്കറികളും കഴുകി എടുത്തിട്ടുണ്ട്. ഇവിടെ ഗോൾഡ് ആയിട്ട് മൊത്തത്തിൽ സമർത്തണ്ടയാ, പക്ഷെ പേടിയാ. എന്താ സംഭവം? എനിക്ക് എപ്പോഴും ഉള്ളത് ഒരു കറി അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാണ് വൃത്തിയാക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തല ചൂടാവും. കമ്പങ്ങളൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ എനിക്കൊന്ന് ദേഷ്യം വരും, ജോലി ചെയ്യാൻ മടി വരും. ഇതാണ് ഇതാണ് എൻ്റെ അച്ഛൻ. This is my amma. Really? Oh my God! I'm sad to look. Nah, I'm sad to do. Happy Papa? Wali Mama! Ito Mama! Papa? How? Kaba! ഈ ഒരു മുളകിന് വേണ്ടി വീട്ടിൽ വാങ്ങിച്ച അന്ന് തൊട്ട് ബഹളവാ. പിടിക്കണം കഴിക്കണം എന്ന് പറഞ്ഞു. എന്നാലും കടായി ചൂടായിട്ടുണ്ട്. നമ്മുടെ എണ്ണ ഈ ബംഗാളി കറികളൊക്കെ വെക്കാൻ നല്ല ഈസിയാണ്. പക്ഷെ ഈസി ആണെങ്കിലും ഇപ്പം വെച്ച് ചിലപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തോന്നിയതാണ്. പണ്ടേ എനിക്ക് കറികളൊന്നും വെക്കാൻ അറിയത്തില്ലല്ലോ. ആ സമയത്ത് അയ്യോ ഇതൊക്കെ എന്താ ഏതാ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്തായാലും ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം
বাবা কিছু বলো, কিছু বলো। ওইটা কিছু বলো, বলো। হ্যাঁ, হাতে কি দেখাও, হাতে কি আছে দেখাও, দেখাও কি আছে দেখাও, দেখাও, দেখাও ওইখানে দেখাও, এইখানে দেখাও কি এটা। হ্যাঁ ওইটা দাও, না 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 no 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 no. എന്നിട്ട് ഈ സംഭവം ഇട്ട് കൊടുക്കാവേ. എനിക്കില്ല നല്ല ആഗ്രഹമുണ്ട് ഈ ഒരു മുളക് ഇതിനകത്ത് ഇടണമെന്ന്. പക്ഷെ അമ്മായച്ചന് ഒട്ടും എരിവ് കഴിക്കത്തില്ല, ഒരു മുളക് പോലും നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതുപോലെ ആയി പിന്നെ പിള്ളേരുള്ളത്. കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കാൻ എന്തായാലും അതായത് പച്ചക്കറികളൊക്കെ ഇങ്ങോട്ട് വെന്ത് വരട്ടെ. ഓട്ടി ആശുത്തോ जुकाट दाओ तो जुकाट. No 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 no. তাহলে একটা আপি দাও, একটা আপি দাও. പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാ. അപ്പം ഇത് പറ്റി, അതായത് ഈ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മസാലകളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് ചെയ്താൽ മതി. എന്നാലും വെന്തിട്ടുണ്ട്, കുറച്ചുകൂടി ഇതാക്കാറില്ല. ഇത് ഇവിടെ ഞാൻ ജീരകപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ടിട്ട് രണ്ട് പിള്ളേരുടെ ചോറ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിപ്പിച്ചിട്ട് പിന്നെ വെളിയിൽ അവിടെ കാണാമോ, അതുകൊണ്ട് അവിടെ 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 ആണെങ്കിൽ ഇറച്ചിയുടെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കണ്ടിച്ച് വെട്ടിച്ച് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അവരെ കഴിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും. എന്തായാലും അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അതെ ഇവിടെ ചിക്കൻ പക്കോട ഉണ്ടാക്കിയിട്ടുണ്ട്. കറി ഉണ്ടാക്കുന്ന മുമ്പ് എന്തായാലും ചട്നിയും ഉണ്ട്. ചട്നീൻ്റെ കൂടെ ഒന്നും ഇങ്ങനെ എടുത്തിട്ട് വായി വെക്കുമ്പോൾ എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിച്ചിട്ട് ഇറച്ചിക്കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എന്തായാലും ഫോണിൻ്റെ എല്ലാം ചാർജൊക്കെ തീർന്നു. അപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയെ ഇവിടെ ഒന്ന് വീഡിയോയിലേക്ക് കൊണ്ടുവന്ന്, ചേച്ചിയാണ് ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നു. ഫുഡ് കഴിക്കാൻ നേരത്ത് വീഡിയോ ചെയ്യാൻ മറന്നു ഗൈസ്, ബിക്കോസ് നല്ല ടേസ്റ്റായിരുന്നു. ആ ഒരു ഇറച്ചി മുടിഞ്ഞ എരിവായിരുന്നു. ഞാൻ ഒരു പാത്രത്തിൽ കാണിച്ചില്ലായിരുന്നു ആ ഗുണ്ട മുളക്, അത് മൊത്തത്തിൽ അങ്ങ് എടുത്തിട്ട്. കാരണം എൻ്റെ അച്ഛന് ഭയങ്കരമായിട്ട് എരിവ് ഇഷ്ടമാണ്. അപ്പം ചേച്ചി അങ്ങനെയാണ് ഉണ്ടാക്കിയത്. കഴിച്ചു കഴിഞ്ഞ് എവിടെ നോക്കിയോ പെരുന്ന് കയറുന്നു. കൈയും കാലും ഒന്നും എന്തോ സെൻസില്ലാതെ പോലെ. ഇവിടൊക്കെ എന്ന് പറയുമ്പോൾ സെൻസേ ഇല്ലായിരുന്നു. കണ്ണിനൊക്കെ വെള്ളം വന്ന് ഊപ്പാട് തീർന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. പിന്നെ മുടിഞ്ഞ് വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് കുഞ്ഞിനെ ഉറക്കി ആ സമയത്ത് തന്നെ ചേച്ചി വിളിച്ച് കഴിക്കാൻ വേണ്ടി. മഴയുണ്ടായിരുന്നു നല്ല. ഞാൻ ഫോൺ അകത്ത് വെച്ചിട്ട് മറന്നുപോയി, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തില്ല. പക്ഷെ ഇറച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അതേ ഉള്ളൂ. ഈ ഇറച്ചിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരേ ഒരു പ്രശ്നം, എച്ചിൽ പാത്രം കഴുകിയിട്ട് നമുക്കൊരു മെല്ലാത്ത പോലെ എന്തോ ഇരിപ്പ് പോലെ. കുളിക്കാതെ അങ്ങോട്ട് റൂമിലോട്ട് കയറാൻ തന്നെ മടി. എല്ലാം ചെയ്തിട്ട് ഇപ്പം കുളിച്ചൊക്കെ വന്നതേ ഉള്ളൂ ഞാൻ. ഞാൻ ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ തണുപ്പില്ലെന്ന്. ഇന്നോടെ ഈ ഒരു ചെറിയൊരു മഴയുടെ കാണും, ചെറിയൊരു മഴയുടെ കാണാൻ നല്ല തണുപ്പുണ്ട് ഗൈസ്. മുടിഞ്ഞ തണുപ്പ് വരാൻ തുടങ്ങി. ഐ തിങ്ക് ഇനി അങ്ങോട്ടെല്ലാം തണുപ്പായിരിക്കും. ജോലികൾ വരുന്നുണ്ട്. കാരണം തണുപ്പിൻ്റെ തുണികളൊക്കെ എല്ലാം കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എടുക്കണം. അതൊക്കെ എല്ലാം വെയിലത്തിടണം, കഴുകണം. അയ്യോ എനിക്ക് വയ്യ. ചൂട് കാലത്ത് നമുക്ക് സമാധാനം ഇല്ല.
തണുപ്പ് കാലത്ത് നമുക്ക് സമാധാനമില്ല. ഞാൻ ജസ്റ്റ് വേണ്ട ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം കാണിച്ചു തരാം. കണ്ടോ, മഴയുടെ കാണാൻ എല്ലാം എന്തോ പോലെ. ഇപ്പം 2:30 ആയതേ ഉള്ളൂ. പക്ഷെ ആ ഒരു കാലാവസ്ഥയുടെ കാരണം ചിലപ്പം തോന്നി വൈകുന്നേരം ആയെന്ന്. വൈകുന്നേരം ഒന്നും ആയില്ല. ഇനി ഒരെണ്ണം കറങ്ങാൻ പോയേക്കുവാണ്. അവൻ വന്നിട്ട് അവനൊന്ന് ദേഹമൊക്കെ കഴുകിയിട്ട് ഒരുക്കിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള ജോലി ചെയ്യാൻ. ഹലോ, ഇപ്പം ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇപ്പം ഒരു ഐ തിങ്ക് 9 മണിയാണെന്ന് തോന്നുന്നു. ഒരു സംഭവം കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ എന്താണെന്ന് നോക്കിയേ. पापा तुम्हारे हाथे की दिखाओ तो, हाथे की दिखाओ, हाथे की दिखाओ, दिखाओ कीटा की हैं എന്തെങ്കിലും നല്ല കാര്യം കഴിച്ചു തന്നതും എടുത്തോണ്ട് പോയി. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ആള് തരത്തില്ല. പക്ഷേ എന്തെങ്കിലും ഇപ്പം ആട്ടയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ വലിയമ്മയാണെങ്കിൽ അതായത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോയിട്ട് ആട്ട കൊണ്ടുവന്നു. കൈനെ എടുത്താൽ സമ്മതിക്കുന്നു ഇല്ല. വൃത്തികെട്ടവൻ. എന്തായാലും ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം വന്ന് കിടന്നതേ ഉള്ളു. എന്തായാലും നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വേറൊരു വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.